ഡോക്ടർ ഷേലി തോമസ് നമ്മുടെ ടീമിലെ ഒരു നെടുന്തൂണാണ്. മാത്രമല്ല UC കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. വളരെയധികം കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ 10, 15, 20 വർഷത്തോളമായിട്ട് കർത്താവിൻ്റെ വചനം, പ്രാർത്ഥനയും എല്ലാം അതിൻ്റെ സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കതെല്ലാം അല്പം ഒന്ന് കേൾക്കാം. നമ്മളിൽ വസിക്കുന്ന ത്രിത്വേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, പ്രകാശവുമാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 പറയുന്നുണ്ട്. എങ്കിലും ഈ ധ്യാനത്തിലേക്ക് ഒരു വർഷം, പ്രത്യേകിച്ച് ബ്രദർ പറഞ്ഞ പോലെ ജോലിയിലായതുകൊണ്ട് ഈ അവധിക്കാലത്തൊക്കെ ധ്യാനം കൂടാൻ പറ്റുള്ളൂ. അപ്പം ധ്യാനം കൂടാൻ വരുന്നത് വണ്ടി മെയിൻ്റനൻസിന് കയറ്റുമല്ലോ, ആനുവൽ മെയിൻ്റനൻസ് ആൻഡ് സർവീസ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ഈ അവധിക്കാലത്ത് ഒരു ധ്യാനം കൂടി ഒന്ന് ഉന്മേഷമാകണം, മെയിൻ്റനൻസ് ആൻഡ് സർവീസ് നടത്തി അടുത്തൊരു വർഷത്തേനുള്ള ശക്തി സംഭരിക്കണം. അങ്ങനെ ഈ ധ്യാനത്തിന് വരുവാൻ ഇടയായി ദൈവത്തിന് നന്ദി പറയുന്നു. ധ്യാനം കൂടാൻ വരുന്നതിന് മുമ്പേ ഈ ഒരു വചനമാണ് ഇങ്ങനെ ഒരു മാസമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറ കെട്ടുപോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും. അപ്പം മർക്കോസിൻ്റെ സുവിശേഷം ബ്രദർ പറയുകയുണ്ടായി, എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടും. അപ്പം ഈ ധ്യാനത്തിന് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്, ഈ ഉറ കൂടണം. അപ്പം നമ്മളിലുള്ള ഉപ്പ് അനുദിനം കർത്താവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കും നമ്മുടെ പ്രവർത്തനവും കാരണം ആ ഉപ്പ് പലപ്പോഴും നമ്മളിൽ നിന്ന് അനേകരിലേക്ക് അത് നമ്മൾ കൊടുക്കാറുണ്ട്. ദൈവരാജ്യ പ്രവർത്തനത്തിനും നമ്മളുടെ പ്രവർത്തനത്തിനും ഒക്കെ ദൈവം തരുന്ന കൃപ. അപ്പം അതിനകത്ത് പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം അതാണ് കർത്താവ് പറയുന്നത്, നമ്മൾ പ്രകാശമായിരിക്കണം, നമ്മൾ ഉപ്പായിരിക്കണം. അപ്പോൾ ഈ ഉപ്പ് കാരമില്ലാതായി പോയാൽ അഗ്നിയാൽ ഉറ കൂട്ടണം. അപ്പോൾ അത് കാരണം ധ്യാനത്തിലേക്ക് വന്നിട്ട് 2 ദിവസമായിട്ട് ഒരു അനുഭവവും ഇല്ല. അതായത് ആ ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പാടുന്നുണ്ട്, വചനം ഹൃദയത്തെ സന്തോഷിപ്പിക്കും, അത് പുതുജീവൻ തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു അനുഭവം കിട്ടുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്, അതായത് ടേക്കപ്പ്, അതാണ് എനിക്ക് ആ ഒരു സ്പാർക്ക് കൂടുതലായിട്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഉള്ള ഒരു കുർബാനയ്ക്കും ഉണ്ട്. അതായത് നിങ്ങൾ ഉപ്പാണെന്ന് പറഞ്ഞപ്പോൾ, അതായത് ഒരു കൊച്ചു ത്രേസ്യയുടെ അനുഭവമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ത്രേസ്യ, ഒരു മദർ തെരേസ ആ ഉപ്പ് നിറഞ്ഞ് അനേകരിലേക്ക് ആ ഉപ്പ് കൊടുക്കുന്നവരായി മാറാൻ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ വിശ്വാസത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവണം, നിങ്ങളിൽ ആ ഉപ്പുണ്ടാവണം, ആ ഉറ കൊടുക്കുവാൻ മാത്രം എന്നുള്ളതൊക്കെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് അത് ഇന്നാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടത് മനസ്സിലായത്. ടേക്കപ്പ്. ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ 97 ബ്രദറിൻ്റെ ധ്യാനം, പ്രത്യേകിച്ച് കർത്താവെ എൻ്റെ അപ്പച്ചനും അച്ഛനും ഒക്കെ ഈ പറഞ്ഞ പോലെ ദൈവവചനത്തിൽ ജീവിക്കുകയും അവർ ദൈവത്തെ സ്നേഹിക്കുകയും ഒക്കെ ആകുമ്പോൾ അതുപോലെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ പ്രാർത്ഥിക്കണം, ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കണം, അതുപോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ അത്ര അനുഗ്രഹപ്രദമായ ജീവിതം നമ്മളുടെ പിതാവിൻ്റെ പിതാവും ഒക്കെ അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വലിയ കൊതി, അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ, അങ്ങനെ ദൈവത്തിന് നല്ല സാക്ഷ്യമായിട്ട് ജീവിക്കണം ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ധ്യാനത്തിലേക്ക് ദൈവം നയിച്ച് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചോദിച്ചു, ദൈവത്തിനായി എന്താ ചെയ്യുക എന്ന് നമ്മൾ പാടിയ പോലെ, ക്രൂശിൽ കണ്ടു ഞാൻ ആ സ്നേഹം. അപ്പം എന്നെ തന്നെ എൻ്റെ ഹൃദയം പൂർണ്ണമായി സമർപ്പിച്ച ഒരു ധ്യാനമായിരുന്നു 97. അന്നു മുതൽ കർത്താവിനെ ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യാം പകരം എന്നുള്ള ആ ചോദ്യത്തിന് ഞാനിങ്ങനെ കാതോർക്കും. കർത്താവ് പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ ശ്രമിക്കും
എല്ലാം ഒന്നും ചെയ്തെന്ന് പറയുന്നില്ല, എങ്കിലും ബ്രദർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവ് പറഞ്ഞാന്നറിയാം, അതുകൊണ്ട് കൃത്യമായി അത് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഞാൻ ചോദിച്ചു, ബ്രദറെ, ഈ ധ്യാനത്തിൻ്റെ ഇതേ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്, ഇതേ അനുഭവം ഒന്നും പോകാതെ ചോർന്നു പോകാതിരിക്കാൻ എന്താ ഒരു വഴി? അപ്പം ബ്രദർ പറഞ്ഞു, പേഴ്സണൽ പ്രയർ. എന്നും ഈ കൃപയാൽ നിറയുക, ഉപ്പിന് ഉറ കൂട്ടുക. അപ്പോൾ അത് നമുക്കറിയാം, മാതാപിതാക്കൾ ഭവനത്തിലായിരിക്കും, നമുക്ക് രാവിലെ മുതൽ എന്തെല്ലാം പണികളാണ്. അതിനോടൊപ്പം ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് എന്നെ ദൈവം അയച്ചത് ഈ UC കോളേജിലേക്കാണ്. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമാണ്, വെറും സുവോളജി പഠിപ്പിക്കാൻ മാത്രമല്ല, കർത്താവിന് സാക്ഷ്യം കൊടുക്കാനും കർത്താവിന് ഇതുപോലെ ഉപ്പും വെളിച്ചവുമായി തീരാനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഒരു വലിയ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചാപ്പലിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ 8:30 അവിടെ ചെല്ലും, ചാപ്പലിൽ വന്നിരിക്കും. 9 മുതൽ 9:30 വരെ ഒരു ജനറൽ ആരാധനയുണ്ട്, അസിസിയുടെ പ്രാർത്ഥന, ഒരു ടീച്ചർ വചനം ഷെയർ ചെയ്യണം. അപ്പോൾ എന്തെടുത്തു, അവിടെ മുറുകെ പിടിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് അത് കൂടും. ഓരോ ടീച്ചേഴ്സ് രാവിലെ ഒരു വചനം 5 മിനിറ്റ് ഷെയർ ചെയ്യും, ദൈവത്തിനെ നന്ദി പറയാനായിട്ടുള്ള ഒരു പാട്ട് ഒക്കെ പാടും, അത് കൂടും. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ചെയ്യാനുള്ളത് ദൈവകൃപയാൽ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ പ്രയറിനൊക്കെ നേരം കണ്ടെത്താൻ പറ്റുന്നില്ല. വെച്ചാൽ പുതിയ ജോലിയാണ്, പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്, ഭവനത്തിൽ ഒത്തിരി ഉണ്ട്, മോളുണ്ട്. അപ്പോൾ രാവിലെ പേഴ്സണൽ പ്രയർ ചിലപ്പം വഴിയിൽ ബസ്സിലിരുന്നായിരിക്കും ചൊല്ലുന്നത്. എങ്കിലും എന്നും പേഴ്സണൽ പ്രയർ ചെയ്യാനായിട്ട് ഒത്തിരി അങ്ങോട്ട് പരിശ്രമിച്ചു. എങ്കിലും ദൈവം ഓരോ ദിവസവും കൃപ നിറച്ച് നമ്മളെ അവിടെ അയക്കും. അതൊരു ദിവസം സാക്ഷ്യം കൊടുക്കാനായിരിക്കും, അപ്പോഴായിരിക്കും പറയുന്നത് വചനം ഷെയർ ചെയ്യാൻ. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ അത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നതല്ലേ. പക്ഷേ ദൈവം അത് നമ്മളെ കൃത്യമായി ശക്തി തന്ന്, കൃപ തന്ന് വചനം ഷെയർ ചെയ്യാനായിട്ട് അന്ന് നമുക്ക് ആ ഒരു വചനം അതിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ തന്ന് ഇതുപോലെ അയക്കും. അപ്പം കൃത്യമായി ആ ചെറുതായിട്ട് ആ വചനം ഷെയർ ചെയ്യും. അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കും. വചനം ഷെയർ ചെയ്യാനുള്ള സമയത്ത്, പ്രാർത്ഥിക്കാനുള്ള സമയത്ത്. എന്നുവെച്ചാൽ 4 പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു ആ കോളേജ് സ്റ്റാർട്ട് ചെയ്ത്. ഒന്നുമില്ലാത്തടത്ത് ആ മൊട്ടക്കുന്നിൽ ഈ പ്രാർത്ഥനയാണ് അവർക്ക് ആ കോളേജ് സ്റ്റാർട്ട് ചെയ്യാനും ആ നല്ല ടീച്ചേഴ്സും നല്ല സ്റ്റുഡൻസും വന്നു പോകണം എന്നുള്ളത്. എന്നിട്ട് ബ്രദർ പറഞ്ഞ പോലെ ഒരു ബൈബിൾ കോളേജ് ആയിരുന്നു എന്നുള്ളത് ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് ഇങ്ങനെ വെറുതെ കുഞ്ഞു കൂട്ടങ്ങളായിട്ടിരുന്ന് വചനം പഠിക്കും. ഇന്ന റിലിജനൊന്നും ഇല്ല, എല്ലാവരും പഠിക്കും. പഠിച്ചിട്ട് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, സമൂഹത്തിൽ വലിയ വലിയ ആൾക്കാരായി മാറി. ഇപ്പോഴും എനിക്ക് അറിയാം, ഒരു കേണൽ, ഒരു മുസ്ലിം ഒരു കേണലാണ്, ഇപ്പോഴും പറയും, ഞാൻ ആ വചനം പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്, അതെനിക്ക് ഇപ്പോഴും ജ്വലിക്കുകയാണെന്ന്. അപ്പം അതായിരുന്നു അത് എത്ര ശ്രേഷ്ഠമായിട്ട് വരാനും എല്ലാവരെയും രൂപപ്പെടുത്താനും ഒക്കെ ആയിട്ട് മാറിയത്. അപ്പം ഇവിടെ പ്രാർത്ഥനയോടെ ഇവിടെ ചെയ്യാനാണ് എന്നെ വിളിച്ചത് എന്നുള്ള ഓർമ്മയിൽ ഞാൻ അങ്ങനെ നിൽക്കും. അപ്പം അനുദിനം ഈ പേഴ്സണൽ പ്രെയറാണ് നമ്മളെ കൃപയിൽ നിറയ്ക്കുന്നത്, ഈ ഉപ്പിന് ഉറ കൂട്ടിത്തരുന്നത്. അന്നത്തെ ദിവസത്തേനുള്ള എല്ലാ കൃപകളും പഠിപ്പിക്കാനായാലും ശരി, സാക്ഷ്യപ്പെടുത്താനായാലും ശരി, നമ്മളെന്ത് ജോലി ചെയ്യാനും ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്ന പോലെ എന്ന് ചെയ്യും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ എത്ര പ്രയാസമുള്ളതാണേലും ചെയ്യും. പക്ഷേ ഈ ധ്യാനങ്ങൾ, അതായത് ജ്ഞാനത്തിൻ്റെ ഈ ധ്യാനങ്ങൾ തുടങ്ങുമ്പോൾ പോലെ വലിയ ആഗ്രഹം ഇതൊന്ന് കൂടണമെന്ന്. കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവധിക്കേ പറ്റുള്ളൂ. അപ്പം നോക്കിയിരിക്കും അവധി ആകുമ്പം ഒരാഴ്ച കൂടാനായിട്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിരുന്നു. കൂടി കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ദൈവം ഒത്തിരി ശക്തി തരും, ഒത്തിരി റെസ്പോൺസിബിലിറ്റിയും തരും. അതൊക്കെ നമുക്ക് അയ്യോ ദൈവം ഇതൊക്കെ പറ്റുമോ? പക്ഷേ ദൈവം കൃപ തരും, അതിരാവിലെ ഈ ജ്ഞാനം തരും. അങ്ങനെ നമ്മൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഈ റെസ്പോൺസിബിലിറ്റി ഒത്തിരി കൂടുമ്പോൾ നമ്മൾ വൈകിട്ട് വരുമ്പോൾ അങ്ങ് തളർന്നു പോയിട്ട് പലപ്പോഴും പ്രാർത്ഥനയില്ലാതെ രാവിലത്തെ പേഴ്സണൽ പ്രയർ. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് വണ്ടി റിസർവിലാണ് ഓടുന്നത്. സ്കൂട്ടറൊക്കെ റിസർവിൽ ഓടുന്ന അറിയത്തില്ലേ, പിന്നെ ചിലപ്പോൾ സ്റ്റാർട്ടാവത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയമുണ്ടായി കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ചിലപ്പം ആ ഒരു യൂണിയൻ അനുഭവം, ത്രിത്വിക ദൈവ അനുഭവം ഒന്നും ഇല്ലാത്ത ഒരു ഇതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത് ദൈവം കാണിച്ചു തരികയാണ്. ഇന്ന് ആ ടേക്കപ്പ് എന്നുള്ളത് ആ അനുദിനം നമ്മളുടെ കുരിശുകൾ വരുമ്പോൾ ഇത് ദൈവത്തെ കുരിശിനോട് ചേർത്ത് വെച്ചത് സ്വീകരിച്ച് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്തിട്ട് അതെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം, അതായത് ഇലക്ഷൻ ഡ്യൂട്ടി വന്നു. അതായത് ഒരു ബൂത്തിൽ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പോകണം. അയ്യോ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല,
കുഞ്ഞുങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ സാധാരണ ഒഴിവാക്കുമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ആകെ പ്രയാസമൊക്കെ വന്നിട്ട് അത് ഒഴിവാക്കിയാലോ എഴുതി കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കുക. അപ്പോഴാണ് എന്നും രാവിലെ കുർബാന കഴിഞ്ഞ് ആരാധന മഠം തൊട്ടടുത്തുണ്ട്, അവിടെ ആരാധനയിൽ ഇരിക്കും അരമണിക്കൂർ 1 മണിക്കൂർ. അപ്പോഴാണ് കർത്താവ് ഈ ജ്ഞാനം, ബ്രദർ പറയുന്ന പോലെ എഴുതത്തൊന്നുമില്ല, എനിക്ക് വലിയ ബോധ്യമില്ല അത് ജ്ഞാനമാണ്, പക്ഷേ ചെറിയൊരു തോന്നലായി ദൈവം തരും. അന്നത്തേനൊരു സൊല്യൂഷൻ, അന്നത്തേനുള്ള ഒരു വചനം, അതേ മുറുകി പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ സിസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിത് ഷെയർ ചെയ്യും. അപ്പം പറഞ്ഞു ആരെങ്കിലും ജോലി ചെയ്യണ്ടേ? ശരിയാണ്, അപ്പോൾ ഞാൻ അത് ചെയ്യണം എന്നാണ് ദൈവഹിതം. അപ്പോൾ അനുദിനമുള്ള കുരിശ് എടുക്കണമെങ്കിൽ തന്നെ ഈ ജ്ഞാനം വേണം. അപ്പോൾ ഇന്നലെ ഈ ദിവസങ്ങളിൽ വന്നിട്ട് അതായിരുന്നു 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ജ്ഞാനം വായിക്കണം. 2 ദിവസം പറ്റിയിട്ടില്ല, 3-ാമത്തെ ദിവസം അത് സാധ്യമായി ദൈവകൃപയാൽ അത് വായിച്ചപ്പം ഈ ജ്ഞാനം ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ജ്ഞാനം 7-ാം അധ്യായം 27. ഓരോ തലമുറയിലും ഉള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. അപ്പോൾ അത് അയ്യോ ദൈവമിത്രം എങ്ങനെ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബ്രദർ ഇന്ന് രാവിലെ ടോക്കിന് പറയുന്നത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം എങ്ങനെ ദൈവം നമ്മളെ സ്നേഹിതരായി കരുതുന്നു. അപ്പോൾ നമ്മൾ ആ വചനം പാലിക്കുകയും അതോടൊപ്പം അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതരാകുന്നത്. പിന്നെ ദൈവം ജ്ഞാനികളെ അധികമായി സ്നേഹിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ നമ്മൾ പ്രവാചകരും മിത്രങ്ങളും ആകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയണം. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ, ഇപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിൽ അധികമായി ഒത്തിരി അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെ നമ്മൾ ദുഃഖ വിമുക്തരാകും എല്ലാം ഉണ്ട്. അപ്പം ദൈവിക ജ്ഞാനം രാവിലെ ലഭിച്ചാൽ ഇന്നത്തെ നമ്മളുടെ സൊല്യൂഷൻ, പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ, എല്ലാ വ്യഗ്രതകളിൽ നിന്നും എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് ജ്ഞാനം നമ്മളെ പഠിപ്പിക്കും. ആ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്, ആനന്ദമാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ ജ്ഞാനം രാവിലെ സിദ്ധിക്കുക അല്ലെങ്കിൽ അഭ്യസിക്കുക അല്ലെങ്കിൽ കർത്താവ് തരിക എന്നുള്ളതാണ് വളരെ പ്രധാനം എന്നുള്ളതും മനസ്സിലായി. അതായത് എന്നാൽ മാത്രമേ ഈ നമ്മളുടെ സഹനം എടുക്കാനും പറ്റുള്ളൂ. ഇല്ലേ, സഹനം എടുക്കാതിരിക്കും, അത് ഹൃദയത്തിലിരിക്കും. എന്നിട്ട് അങ്ങ് ഭയങ്കര മ്ലാനമാവും, മനസ്സ് തളരും. അപ്പോൾ പിറ്റേ ദിവസം പിന്നെയും ആ പ്രാർത്ഥന, പേഴ്സണൽ പ്രയറിൽ ഇതുപോലെ ദൈവത്തിന് ജ്ഞാനം ലഭിച്ചില്ല അല്ലെങ്കിൽ കൃപയിൽ നിറഞ്ഞില്ല എങ്കിൽ നമ്മൾ ശരീരത്തിന് തളരും, രോഗികളുമാവും. നമുക്ക് പിന്നെ മുന്നോട്ട് അയ്യോ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് എനിക്ക് മനസ്സിലായത് ഈ ടേക്കപ്പ്, അനുദിനമുള്ള നമ്മുടെ സഹനങ്ങൾ സന്തോഷത്തോടെ എടുക്കണമെങ്കിലും ജ്ഞാനം വേണം. അപ്പം ജ്ഞാനമാവുമ്പം നമുക്കത് കൃത്യമായിട്ട് ദൈവം ആ കുരിശ്, അനുദിനമുള്ള ആ കുരിശ് സ്വീകരിക്കാനുള്ള ആ മനോഭാവം നമുക്ക് തരും. സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ പോകുന്ന കാര്യം അത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ പോകേണ്ടതാണ്. സിസ്റ്റർ പറയും ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? അപ്പം ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്ന പോലെ ചെയ്യണമെന്ന് വചനവും പറയും. അപ്പോൾ അത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ജ്ഞാനം അത് ലഭിക്കുകയും അതോടൊപ്പം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന് ചെയ്യുന്ന പോലെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാം. അന്നത്തെ ശുശ്രൂഷ അങ്ങനെയായിരിക്കും. ആ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതോടൊപ്പം എൻ്റെ പ്രവൃത്തികൾ കാരണം ദൈവം മഹത്വപ്പെടുകയും ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ജ്ഞാനം ലഭിക്കുക വഴി ആണ് ആ ഓരോ കുരിശും എടുക്കാനുള്ള മനോഭാവം തന്നെ സന്തോഷത്തോടെ എടുക്കാനും പറ്റുക. അതോടൊപ്പം നമ്മൾ സന്തോഷത്തോടെ എടുക്കുമ്പോഴാണ് ദൈവരാജ്യത്തിനായി സന്തോഷത്തോടെ പ്രവർത്തിക്കുവാനും പറ്റുക എന്നുള്ളതാണ് വലിയൊരു ബോധ്യം കിട്ടിയത്. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.